ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പോലെ അന്നദാനം പോലെ ഇവിടെ അമ്പലത്തിലൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ തമ്മിൽ വ്യത്യാസമാണ്. അത് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാം. എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ അന്നദാന രീതികൾ എങ്ങനെയാണ്, ഭക്ഷണങ്ങൾ എങ്ങനെയാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്നെല്ലാം സിവിൽ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് പോവുകയാണ്. അടിപൊളിയാണ്, നമുക്ക് കാണാം. അങ്ങനെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കണം. അവിടെ തന്നെയാണ് നമ്മുടെ ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ക്യാമ്പാണ് കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം 50 കിലോമീറ്റർ. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതാണ് നമ്മളീ കാണുന്നത്. ഇവിടുത്തെ എല്ലാവരും വയസ്സിന് മൂത്തവരൊക്കെ അങ്ങനെ കാലിൽ തൊട്ട് ഇതാക്കും. ആരെ കണ്ടാലും അങ്ങനെ ഇന്ന ആൾക്കാരൊന്നുമില്ല. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ അവിടെ അന്നദാനം. റോഡ് സൈഡിൽ തന്നെയാണ്. ആ മേലെ കാണുന്ന ഒരു ചെറിയൊരു അമ്പലങ്ങൾ, അതാണ് ചെറിയ അമ്പലമാണ്. പക്ഷേ മേലേക്ക് സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണം. റോഡ് സൈഡിൽ തന്നെ പന്തലും കാര്യങ്ങളും എല്ലാം ഇട്ട്, പിന്നെ ഈ റോട്ടിലൂടെ വരുന്ന എല്ലാ വണ്ടികളും എല്ലാം നിർത്തി അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ഇത് നമ്മൾ രാവിലെ പ്രസാദം എന്ന രീതിയിൽ ഇവിടുത്തെ ഒരു അൽവ എന്ന സംഭവമുണ്ട്, അതാ കൊടുക്കുക. ഇതാണ്ടില്ലേ, ഒരു ടെൻറ്റ് പോലെയെല്ലാം ഇട്ട് പോണ വണ്ടികളെല്ലാം നിർത്തി. ഇതിപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണതാണ്. എന്തായാലും ഇവിടുത്തെ ഭക്ഷണ രീതി എന്തൊക്കെയാണെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചത് ഇവിടെ ബുഫേ സിസ്റ്റം പോലെ തന്നെയാണ്. എല്ലാവരും വരും, പ്ലേറ്റ് കൊടുത്ത് വാങ്ങും, എന്നിട്ട് അവിടെ പോയി ഇരിക്കും. ഇതുപോലെ ചെയറിലിരുന്ന് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാം. എത്ര വേണമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും വെച്ചിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മെനുവിൽ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതാണ്ട് ഇവിടുത്തെ ചെറിയ പിള്ളേർ അവിടെ ബുഫേ സിസ്റ്റം പോലെ കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ളവർ ആ പ്ലേറ്റ് പോയി എടുത്തിട്ട് വരിക, എന്നിട്ട് പ്ലേറ്റ് കാണിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്ര വേണമെങ്കിൽ നമുക്ക് തരും. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളോട് വിളമ്പാനും കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ. എല്ലാം സൂപ്പറാണ്. ഇവിടെ ദാലുണ്ട്, രാജ്മ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ നമ്മുടെ നാട്ടിലൊരു മത്തൻ കറിയുണ്ട്, ഒരു ഭൂരിയുണ്ട്, ചോറുണ്ട്, പ്ലേറ്റ് ഉണ്ട്. ഇതാണ് ഇന്ന് ഉച്ചക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ പോയില്ല, ഉച്ചക്കലത്തെ ഭക്ഷണം തന്നെ റൈസ് കാര്യങ്ങളുണ്ട്. നമ്മളൊരു പ്ലേറ്റ് എടുക്കുന്നു. പ്ലേറ്റ് എടുത്തിട്ട് അവിടെ അവിടെ കൊടുക്കുന്ന വെള്ളം കാര്യങ്ങളും, പിന്നെ അവിടെ അലുവ പറഞ്ഞ സാധനം, അവിടെ പാത്രം കഴുകാൻ ആൾക്കാർ, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. റോഡ് സൈഡിൽ തന്നെ എല്ലാ റോഡ് സൈഡ് പബ്ലിക്കായി എല്ലാവരും കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാവരും കൊടുക്കുക. അപ്പോൾ ഞാനും അതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവരുടെ പിന്നാലെ പോയി ഭക്ഷണം വാങ്ങട്ടെ. അതിന് പിന്നാലെ ഭക്ഷണം വാങ്ങി ചെയ്യുന്നു. അതിലെന്താണ് ഒരു പൂരിയുണ്ട്, റൈസ് വാങ്ങിയിട്ടുണ്ട്, അവൻ കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എന്താണ് അതിൽ ദാൽ വെച്ചിട്ടുണ്ട്, രാജ്മ വെച്ചിട്ടുണ്ട്, പിന്നെ മത്തൻ കറിയുണ്ട്. എല്ലാം കൂടി വെച്ച് കഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുക. നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം നാട്ടിൽ എല്ലാവർക്കും അറിയാതെ അത് കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ പോലെ പ്ലേറ്റ് അവിടെ വെച്ച് നമ്മൾ കഴുകൊന്നും വേണ്ട, അവിടെ വെച്ച് നമ്മൾ പോവുക. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മിനറൽ വാട്ടർ പോലെ തന്നെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് കഴുകാൻ വേണ്ടി. പ്ലേറ്റ് അവിടെ ഇട്ടു, നേരെ വെള്ളം വാങ്ങി കൈ കഴുകണമല്ലോ. കൈ കഴുകാൻ വേണ്ടി അവിടെ പോയി പിള്ളേർ വെള്ളം ഒഴിച്ച് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു ഗ്ലാസ് എടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞ അലുവ എന്ന് പറഞ്ഞ സംഭവം. ഈ അലുവ നമ്മൾക്ക് നമ്മുടെ റവ കൊണ്ടുണ്ടാക്കുന്ന സംഭവം. നല്ല ടേസ്റ്റ് മധുരമാണ്. ഹൽവ എന്ന് പറയാൻ. വെള്ളം നമ്മളെല്ലാവരും കൈയുണ്ട്. വണ്ടികളൊക്കെ നിറയെ നിർത്തിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഭക്ഷണം കഴിച്ച് പോകുന്ന ആൾക്കാരൊക്കെ അവർ കൈ കാണിച്ച് നിർത്തി അവർക്ക് ഭക്ഷണം കൊടുക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ വണ്ടി കൂടെ പോകുന്ന ആൾക്കാരൊന്നും കൈ കാണിച്ച് നിർത്തി ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കൈ കാണിച്ച് ഭക്ഷണം നമ്മളായി കൈ കഴുകാൻ വെള്ളം എടുക്കുന്നു. നമ്മളതിന് സ്വയം കൈ കഴുകി, എന്നിട്ട് അതിന് ശേഷം വെള്ളവും കാര്യം കുടിക്കെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കയറി അങ്ങനെ വണ്ടിക്കാരൊക്കെ പോകുന്നു. വണ്ടികൾ പോയാലും അവിടെ നിർത്തുന്നത് ശിവക്കുടി പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടേക്ക് പോകുന്ന ഒരു റൂട്ടാണത്. എല്ലാ ഓട്ടോക്കാരും വണ്ടിക്കാർ ആ മേലെ കാണുന്നതാണ് ഈ അമ്പലം. ചെറിയ അമ്പലമാണ്, പക്ഷേ ഇതെല്ലാം ഭയങ്കര വിശ്വാസത്തിലൂടെ ആചരിക്കുന്ന ഒരു ഇതാണ് സംഭവം. അവരൊക്കെ അലുവ എടുത്ത്, ഞാൻ എടുത്തില്ല, ഇവർ അലുവ എടുത്ത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് മധുരം കഴിക്കണം എന്നിട്ട് അവർ അലുവ പറഞ്ഞ സംഭവം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചില്ല, എനിക്ക് വേറെ ഫുള്ളായി. അതുകൊണ്ട് ഞാൻ പിന്നെ അലുവ കഴിച്ചില്ല. ഇപ്പോഴത്തെ പ്ലേസൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അവിടുത്തെ പ്ലേസൊക്കെ ആണ്, മലകളും കാര്യങ്ങളും എല്ലാം, അതിൻ്റെ റോഡും അങ്ങനെ. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഭക്ഷണം എല്ലാവർക്കും കിട്ടണമെന്നും ഒരാൾക്ക് പോയി അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതിരിക്കില്ല. എത്ര ആൾക്കാരുണ്ടെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിയുന്തോറും അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ക്യാമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ക്യാമ്പിൽ പോണ വഴിയാണ്. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല നമ്മുടെ ക്യാമ്പിലോട്ട്. മാക്സിമം ഒരു 100 മീറ്റർ ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ചോദിക്കും, ഇത് എങ്ങനെയാണ്, എന്താ വീഡിയോ എടുക്കണത്, എങ്ങനെ ഇടുക, ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുക, എനിക്കും വ്ളോഗ് ചെയ്യണം എന്നൊക്കെ, എനിക്കൊക്കെ പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ അവൻ ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ പഠിപ്പിച്ച് തരാം, നീയും എന്നെ പോലെ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്ക്, ഞാൻ നിനക്ക് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമാശകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖസുന്ദരമല്ല മലകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾ തന്നെ കാണുമ്പോൾ നമുക്കൊരു മനസ്സൊക്കെ ഒന്ന് തണുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം. ഇന്ന് കുറച്ച് വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇനി കുറച്ച് നടന്ന് ഒരു 50-100 മീറ്റർ നടക്കാനുള്ളൂ. കാണുമ്പോൾ ആ ഒരു വണ്ടി വരുന്നത് കണ്ടോ, ഈ വണ്ടി നോക്കിയാൽ അവിടെ പോകുന്ന സമയത്ത് അവിടെ അവർ കൈ കാണിച്ച് നിർത്തും. ആ കൈ കാണിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തി അവരെല്ലാവരും വണ്ടിയിലുള്ള എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മാത്രം അവിടെ നിന്ന് പോകുള്ളൂ. എത്ര വണ്ടി വന്നാലും ടൂറിസ്റ്റ് പ്ലേസാണത്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടാണ് അവർ വിട്ടാക്കുള്ളൂ. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ ലേഡീസ് എല്ലാം വീട്ടിൽ നിന്ന് എല്ലാവരും ഭക്ഷണമൊന്നും രാവിലെ ഉണ്ടാക്കത്തില്ല, എല്ലാവരും പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ നമ്മുടെ ക്യാമ്പ് എത്തി. ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണം. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇതുപോലെ എല്ലാ പോണ വണ്ടികളും നിർത്തിയിട്ട് അവർ ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു വ്യത്യാസമാണ്. നാട്ടിലത്തെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ലല്ലോ. നമ്മുടെ അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് ഉള്ളിൽ തന്നെ ഭക്ഷണ രീതി വേറെ, ഇവിടുത്തെ രീതി വേറെ. അങ്ങനെ എല്ലാം ഇവിടെ രാവിലെ മുതൽ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഉണ്ടാവും. രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കലത്തെ ഭക്ഷണം, പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം, അങ്ങനെ എല്ലാം തരും. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.